കലോത്സവ നഗരിയിൽ കണ്ണീരോടെ മത്സരാർത്ഥി. CBSE സംസ്ഥാന കലോത്സവത്തിൽ വിധികർത്താക്കൾ കോഴ വാങ്ങി പക്ഷപാതം കാണിക്കുന്നു എന്ന പരാതിയുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിനികളുടെ കണ്ണുനീരിന് വിലയുണ്ടോ? ഇതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. വളർന്നുവരുന്ന പുതുതലമുറയിലെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള വേദികളിൽ ഇന്ന് നടക്കുന്നത് വിധികർത്താക്കൾക്ക് പണത്തിനു വേണ്ടിയുള്ള മത്സരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങളും ഇവരുടെ വാക്കുകളും. പലരും ഞങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് പറയണതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, 1.75 ആണ്, 1.25 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓരോ പൈസക്കാണ്, ഓരോ 1.75 1.50 1 അങ്ങനെയാണ് കണക്ക് പോണത്. കലോത്സവ വേദിയിലെത്തിയ സിനിമാ താരം ലക്ഷ്മി മേനോനും പണം കൈപ്പറ്റി വിധി നിർണയം നടത്തുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മത്സരാർത്ഥികളും തങ്ങളെ അവഗണിച്ചുവെന്നുള്ള ആരോപണവുമായി പ്രതിഷേധിച്ച് കലോത്സവ വേദിയിലെത്തിയത്. വിധികർത്താക്കൾക്കെതിരെയുള്ള ആരോപണം പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. അത് ശരിവെക്കും വിധമായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ കണ്ണീർ ഈ വേദിയിൽ വീണത്. ഇതിന് മറുപടി പറയേണ്ടത് സംഘാടകർ തന്നെ. കലോത്സവ വേദിയിൽ നിന്നും VS ഹൈദരലി, റിപ്പോർട്ടർ.